വേദപ്രയാഗ് മീഡിയയുടെ മണ്ഡലങ്ങളിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണിത്. എല്ലാവർക്കും 140 മണ്ഡലങ്ങൾ കൃത്യമായി പരിചയപ്പെടുത്തുക, സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഓരോ നിയോജക മണ്ഡലങ്ങൾക്കും ഓരോ നമ്പർ ഉണ്ട്. കേരളത്തിലെ 1 മുതൽ 140 മണ്ഡലങ്ങൾ വരെയുള്ള മഞ്ചേശ്വരം മുതൽ നെയ്യാറ്റിൻകര വരെയുള്ള ഓരോ മണ്ഡലത്തിനും നമ്പറുകളുണ്ട്. ആ നമ്പറിൻ്റെ ക്രമപ്രകാരമാണ് നമ്മൾ ഓരോ ജില്ല തിരിച്ച് പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് നമ്മൾ നേരെ പോകുന്നത് കാസർഗോഡ് ജില്ലയിലേക്കാണ്. നമ്മൾ അവിടെ നിന്നാണ് നമ്പർ തുടങ്ങുന്നത്. നമ്പർ 1 മഞ്ചേശ്വരം, കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്ത് കിടക്കുന്ന ജില്ല. BJPക്ക് വളരെയധികം സുസമ്മതമായിട്ടുള്ള ഒരു ജില്ല. അവിടെ മത്സരിക്കുന്നു BJPയുടെ ശ്രീ K. സുരേന്ദ്രൻ. കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് ശ്രീ AKM അഷ്റഫ്. അതേപോലെ CPMന് വേണ്ടി മത്സരിക്കുന്നത് KR ജയനന്ദൻ. ഇവർ 3 പേരുമാണ് മാറ്റിവയ്ക്കുന്നത്. വളരെയേറെ പ്രചാരണ രംഗത്ത് മുന്നിലാണ് K. സുരേന്ദ്രൻ. നമ്പർ 2 കാസർഗോഡ്. അവിടെ INLന് വേണ്ടി മത്സരിക്കുന്നത് ഷാനവാസാണ്. BJPക്ക് വേണ്ടി മത്സരിക്കുന്നത് ശ്രീ ML അശ്വനി. മാഡം വളരെ കാലത്തെ പരിചയമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം വളരെ മുന്നേറ്റം നടത്തിയ ഒരു വനിതയാണ് ML അശ്വനി. അതേപോലെ IUMLന് വേണ്ടി കല്ലട മാഹിൻ ഹാജിയാണ് മത്സരിക്കുന്നത് UDFന് വേണ്ടി. 3ാമത്തെ മണ്ഡലത്തിലേക്ക് പോകുന്നു നമ്മൾ. ഉദുമ മണ്ഡലത്തിൽ BJPക്ക് വേണ്ടി മത്സരിക്കുന്നത് മനുലാൽ മേനോനാണ്. അതേപോലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി K. നീലകണ്ഠൻ മത്സരിക്കുന്നു. അതേപോലെ CPMൻ്റെ സ്ഥാനാർത്ഥിയായി CM കുഞ്ഞമ്പു മത്സരിക്കുന്നു. അതേപോലെ നമ്മൾ അടുത്ത മണ്ഡലത്തിലേക്ക് പോകുന്നു. നമ്പർ 4 കാഞ്ഞങ്ങാട്. BJPക്ക് വേണ്ടി മത്സരിക്കുന്നത് ശ്രീ M. ബാൽരാജാണ്. അദ്ദേഹം ഒരു യുവ പ്രവർത്തകനാണ്, വളരെ നല്ല മനുഷ്യനാണ്. അതേപോലെ KECക്ക് വേണ്ടി ഷൈജി മത്സരിക്കുന്നു. അതേപോലെ CPMന് വേണ്ടി ഗോവിന്ദൻ പള്ളിക്കാട്ടിൽ മത്സരിക്കുന്നു. നമ്മൾ 5ാമത്തെ മണ്ഡലത്തിലേക്ക് പോകുന്നു. തൃക്കരിപ്പൂർ. 2020ക്ക് വേണ്ടി രവി കുളങ്ങര മത്സരിക്കുന്നു. കോൺഗ്രസിന് വേണ്ടി സന്ദീപ് വാര്യർ മത്സരിക്കുന്നു. അതേപോലെ CPMന് വേണ്ടി VPP മുസ്തഫ മത്സരിക്കുന്നു. ഇതിൽ വളരെ വിവാദമായൊരു മണ്ഡലമാണ് തൃക്കരിപ്പൂർ. BJPയിൽ നിന്നും വിട്ട് സന്ദീപ് വാര്യർ അവിടെ ചെന്ന് ചേക്കേറി വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ 2020ക്ക് വേണ്ടി NDAക്ക് വേണ്ടി മത്സരിക്കുന്നു ശ്രീ രവി കുളങ്ങര. എല്ലാ NDA സ്ഥാനാർത്ഥികൾക്കും വിജയമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് ഭാരത്.